രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്താണെന്നറിയില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പാപങ്ങളെ കഴുകി വൃത്തിയായി ഒരു പുതിയ മനുഷ്യനായി തോന്നില്ലേ? വാ പോവാം. പുതിയ മനുഷ്യൻ. ദൈവം ഇത്ര സ്നേഹനിധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്പിരിച്വാലിറ്റിയിലേക്ക് നേരത്തെ വരേണ്ടതായിരുന്നു. ക്രിസ്തുദേവൻ എന്നൊരു കാന്തം പോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാന്തത്തിന്റെ പേര് കാതറിൻ ആണോ? ആ. ഡാ, നീ കൊത്താൻ നോക്കുന്നതേ ഒരു വമ്പൻ സ്രാവിന്റെ കുഞ്ഞിനെയാ. വമ്പൻ സ്രാവ്? ദുബായിലൊക്കെ ബിസിനസ് ഉള്ള നാൻസി കുര്യനില്ലേ, അവരുടെ ഒറ്റ മോളാ ഈ കാതറിൻ. ശരിക്കും? കാതറിൻ സംഗതി ലോക ലോട്ടറിയാ. ഇതെങ്ങാനും നടന്ന ഞാൻ എന്റെ എല്ലാ അഴിമതിയും ബിസിനസ്സും കെട്ടിപ്പൂട്ടി വെച്ച് നിന്റെ മാനേജറായിട്ട് കൂടും. നാൻസി മേഡത്തിന്റെ ഒറ്റ മോളായതുകൊണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോട്ടെണ്ണം മിഷീനൊരു പണിയായി. സ്വത്തിനെ പറ്റി മാത്രം പറഞ്ഞ കുട്ടിയുടെ ഒരു വാല്യൂ കളയില്ല ഞങ്ങളെ. എന്നാ ഒരു കാര്യം ചെയ്യാം, നല്ല മാലാക പോലൊരു പെങ്കൊച്ചിനെ ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവരാം. മതിയോ? അങ്ങനെയല്ല, എന്നാലും അതിന് ആ കുട്ടിക്ക് ഇവനോടും തോന്നണ്ടേ? സാധാരണ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവന്റെ ഒരു ബാറ്ററി ചാർജിങ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഏൽക്കാൻ പോണില്ല. കൃത്യമായ പ്ലാനിങ് വേണം. തൃശ്ശൂരുള്ളപ്പോ നമ്മുടെ നിമ്മി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാ കുട്ടി പോവാറുള്ളത്, ലാ ഫെമില്. ഹായ്. ഹായ്. എന്താ കുട്ടിയുടെ പേര്? കാതറിൻ. ഓ, ഞാൻ ലാലി. ഓക്കെ. എപ്പോഴും ഇവിടെയാണോ വരാറ്? നാട്ടിലുള്ളപ്പോ. ഓ, നൈസ്. എന്ത് പറ്റി കാതറിൻ? കാറ് പാർക്ക് ചെയ്തതിന്റെ ബാക്കിൽ വേറൊരു കാറിട്ട് ബ്ലോക്കായി. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കാണാം. ഓക്കെ. അല്ലെങ്കിൽ കാതറിൻ കയറിക്കോളൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേച്ചി, ഞാനൊരു ടാക്സി വിളിച്ചോളാം. അല്ലെങ്കിൽ വേറെ കാർ അയക്കാൻ പറയും. അതിനൊക്കെ കുറെ നേരം എടുക്കില്ലേ? കുട്ടി കയറിക്കോളൂ, വീൽ ഡ്രോപ്പ് ചെയ്യൂ. എന്റെ ബ്രദറാ. ഓ ഹായ് ജോമോൻ.
ഹായ്, ഐ എം കാതറിൻ. അയ്യോ, ഞാൻ മോക്ക് ബേബി ഫുഡ് വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്നെ ഷാബാമോളിന് അവിടെ ഒന്ന് വിട്ടേക്കോ. എന്നിട്ട് നീ കൊച്ചിനെ വിട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്താൽ മതി. ശരി ചേച്ചി. മോൾ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ. വെറുതെ ജോമോനെ ഡ്രൈവറാക്കി കംപ്ലൈന്റ് വേണ്ടല്ലോ. ഓക്കെ. ശരി, ബൈ. 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 വാട്സ്ആപ്പ് ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. പള്ളിയിൽ വെച്ചല്ലേ? ശ്രദ്ധിച്ചൊന്നും ഷുവറില്ലാത്തോണ്ടാ ഞാനൊന്നും പറയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല. MBA കഴിഞ്ഞു ഇരിക്കുന്നു. വാട്ട് അബൌട്ട് യു? ഞങ്ങളുടെ ഫാമിലിയും ബിസിനസ്സിലാണ്. ഞാനിതുവരെ ഇൻവോൾവ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പോക്കറ്റ് മണിക്ക് കുറച്ച് ഇ-കൊമേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങി. കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. നിങ്ങളും ഇവിടുത്തെ വെൽ നോൺ ബിസിനസ് ഫാമിലി ആണല്ലോ. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. Anyway, nice to meet you. Nice to meet you too. Thank you so much. Welcome. Bye. Bye. ഓക്കെ, നൈസ്. അപ്പൊ ബാലോടാ, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ ഫ്ലാറ്റുകളൊക്കെ ഒരേ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ. അതിനെന്താ പ്രയാസം? പിന്നെ അടുത്ത ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ. പിന്നെ വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കണം. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചാലാണുള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രോജക്റ്റ്. ഓക്കെ, ദെൻ സീ യു. ശരി ബാലോടാ, ബൈ. ഞാൻ കാരണം ഒറ്റയടിക്ക് 30 ഫ്ലാറ്റാ ബുക്കിംഗ് ആയത്. ഈ പ്രവാസി അസോസിയേഷനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങൾ. പിന്നൊരു കാര്യം, എന്താ? വേണ്ട, അല്ലെങ്കിൽ തന്നെ അളിയന് 100 ടെൻഷനാ. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. പറയാനല്ലേ പറഞ്ഞത്? അല്ല, അളിയനല്ലേ ഇവരെയൊക്കെ കൊണ്ടുവന്നതിന് അളിയൻ എങ്ങനെയാ കമ്മീഷൻ കൊടുക്കുക? അഥവാ കൊടുത്താൽ തന്നെ അളിയൻ വാങ്ങുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? സത്യം, ഈ ടെൻഷൻ കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കമ്മീഷൻ തന്ന അളിയൻ വാങ്ങുമല്ലോ. ആ ടെൻഷൻ മാറി. കമ്മീഷൻ വാങ്ങാത്തൊരു മുതല്. എന്താ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പനെ ജീൻസിനാ അതല്ല, ഈ കട ഞാൻ നിന്റെ പേരിൽ തുടങ്ങാൻ പോവുക. നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അപ്പൊ എന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ താല്പര്യം കൂടി നോക്കണ്ടേ? എന്താ നിനക്കൊരു താല്പര്യ കുറവ്? ഇതെന്താ ന്യൂ ജനറേഷൻ അല്ലേ? പിന്നെ നിനക്കൊരു സഹായത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ടോണിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതല്ല, എന്റെ എക്സാംസ്, അതിന് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി മതി. വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് വന്നു. ബാക്കി പഠിത്തമൊക്കെ ഇവിടെ. എന്തേ? ഒന്നുമില്ല. ടോണിയേട്ടാ, എന്തോ ഇവിടെ ഈ ലേഡീസ് ഐറ്റംസ് ഒന്നുമില്ലേ? ജെൻസ് മാത്രം മതി എന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്. ചാർജ് ഞാൻ പുറത്തുകൊണ്ട് വരും. അല്ല, ഈ ചെറിയ കുട്ടികളുടെ ഐറ്റംസ് എങ്കിലും വെക്കായിരുന്നു. അതെ, ഈ ചെറിയ കുട്ടികളുടെ കൂടെ ചെറിയ അമ്മമാരും കയറി വരും. അപ്പൊ നിന്റെ ബിസിനസ്സിലെ കോൺസെൻട്രേഷൻ പോകും. തൽക്കാലം ജെൻസ് മതി. മതി. ഹായ്. ഹായ്. ഡബിൾസ് കളിക്കാം. ഷുവർ. മിക്സഡ് ഡബിൾസ്. ഓക്കെ.
ജോമോന് ടെന്നീസിൽ ആരെയാ ഇഷ്ടം? ടെന്നീസില് ആരെയാ കൂടുതൽ ഇഷ്ടം? ഒറ്റ സെക്കൻഡ്. ഓക്കെ. ഷോപ്പിൽ നിന്ന് എന്തൊരു മെസ്സേജ്. സോറി, ഇടയ്ക്ക് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ കയറി വരും. ഓ, ടെന്നീസിൽ എനിക്ക് മറിയ ഷറപ്പോവ, സാനിയ മിർസ, ബ്രിട്ടന്റെ ലോറ റോബ്സൺ, പിന്നെ റൊമേനിയയുടെ സൊറാന ക്രിസ്റ്റി, റഷ്യയുടെ മറിയ കെർലിങ്കോ, ഇവരൊക്കെ നല്ല. ഈ ടെന്നീസ് കളിക്കുന്ന സകല പെമ്പിള്ളേരും ശരിക്കും ഹോട്ടാട്ടോ. പക്ഷെ അവരാരെങ്കിലും എന്നെ ഇതുപോലെ ഒരു കാപ്പിക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഓഹോ, സത്യം. പക്ഷെ കാതറിന് ഇപ്പോൾ ഒരു കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് എത്ര ആലോചിച്ചോട്ട് പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ കാതറിന് വിഷമാവും. എന്താ? അല്ലെങ്കിൽ വേണ്ട, വിഷമാവും. ഹേയ് കമോൺ, എന്താന്ന് പറയൂ. വേണ്ട, പ്ലീസ് പറയൂന്നേ. വേറൊന്നുമല്ല, യു ആർ സോ സുന്ദരി. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടിക്ക് വിഷമാവും. സോറി, വെരി സോറി. ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞതല്ലേ, കാര്യമാക്കണ്ട. അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല. Happy birthday to you. Happy birthday to you. Happy birthday, Appa. Happy birthday to you. നോയലെ വാ വാ. അങ്കിളെ 90, 91, 92, 93. നീ 93. എന്തായി ചെയ്യുന്നത്? അല്ല, അപ്പൻ എത്ര വയസ്സാന്നുണ്ടായിരുന്നു? നീ എങ്ങനെ എണ്ണണ്ട? ഇവൻ എന്തീ കാണിക്കുന്നേ? ഗുസ്തിക്ക് പോവാന്നാ തോന്നണേ. നീ അതെടുത്ത മതി, റെഡി. സിമ്പിൾ. ഓക്കെ, സിനിമ പേരാണ്. ഏയ്, പേര് മനസ്സിലായല്ലോ. ഇനി അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ചുണ്ടനക്കാൻ പാടില്ല. ഒള്ളിയാക്കി ടാലൻസ് പോരട്ടെ. നീ നീയല്ലേ? താൻ തോന്നി. ഇത് ഗ്രൂപ്പ് കളിയാണ്. ഗ്രൂപ്പ് കളിക്ക് ഞാനില്ല. വെറുതെ എല്ലാവരും കൂടെ നല്ലൊരു ദിവസമായിട്ട് അവനെ വിഷമിപ്പിക്കാതെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. അവരൊരു സത്യം പറഞ്ഞു വെച്ചാൽ നീ വിഷമിക്കണ്ട. പോടാ. ഓക്കെ അല്ലേ? ഓക്കെ. രണ്ട് വാക്ക്. മിസ്റ്റർ ഫ്രോഡ്, ഞാൻ പറയാം. മുടിയനായ പുത്രൻ. എല്ലാരും കൂടെ കളിച്ചാൽ മോനെ. ഈ ചെറുക്കന്റെ ഒരു കാര്യം, റെഡിമെയ്ഡ് കട തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഉത്തരവാദിത്തമായെന്ന് തോന്നുന്നു. അവന്റെ കാര്യത്തിൽ ഇനി ആരും വേവലാതിപ്പെടണ്ട. അവനായിരിക്കും ഈ കുടുംബത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത്. അതല്ല, അവ വല്ല ഓണം അപ്പുറം ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടാ? അതല്ലടോ, അവൻ ഒരു പുളിങ്കൊമ്പി കയറി പിടിച്ചിട്ടുണ്ട്. അളിയൻ അറിഞ്ഞോ ആവോ? ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. നേരാണോ? പിന്നല്ലാണ്ട് ഞങ്ങളിൽ ചിലര് അണിയറ ശില്പികളായിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ഏതായാലും സംഗതി റെയിൽമ കയറിയിട്ടുണ്ട്. ഇനിയൊക്കെ നമ്മുടെ യോഗഭാഗ്യം. ഏതായാലും എന്റെ മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഇന്നത്തെ ഈ പാർട്ടി മുഴുവൻ മക്കളുടെ വകയാ. എല്ലാത്തിനും കാശ് ചോദിക്കുന്ന പോലെ ഇതിനൊരൊറ്റ പൈസ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ഇറക്കും മക്കളെ. നോക്കി കളിക്കണേ. ഞാനും വെട്ടും. അതെ, അപ്പന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാശ് മൊത്തം ചെലവാക്കിയ ഞാനാട്ടാ. അതിന് നീ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടുണ്ടാവല്ലോ. കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ട്. ഇത്തവണ റെഡിമെയ്ഡ് ഷോപ്പ് ഇട്ട സ്ഥിതിക്ക് ജോമോന് ഷെയർ ഇടും. തൃശ്ശൂർ നസ്രാണികൾ പറയപ്പിക്കില്ലേ ചേച്ചി? ചിലവ് എത്ര വെച്ചാൽ പറ, ഞാൻ മൊത്തം കിട്ടേക്കാം. എന്റെ മോനെ അപ്പനെ അങ്ങനെ മൊത്തത്തിൽ സ്നേഹിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ അനുഭവിക്കണം. നീ കുറെ ഒറ്റയ്ക്ക് പൊട്ടിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആട്ടാ. അതുകൊണ്ട് നീ ഷെയർ ഇട്ടാൽ മാത്രം മതി. ഇനി ഇത് അപ്പന്റെ ചെവിയിൽ എത്തിച്ച കൊല്ലു ഞാൻ. കൊല്ലും. രാവുണ്ണി, ജോമോന്റെ കട ക്ലിക്കായി കേട്ടോ. കണ്ടില്ലേ തിരക്ക്? കുറച്ചുകൂടി നേരത്തെ ചെയ്യണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. വാ, ഒന്ന് ഇറങ്ങി നോക്കാം. ഒരു ഷർട്ട് കൊടുക്കാം. അവനൊരു പ്രോത്സാഹനമാണ്. ശരി, അപ്പൊ ഓക്കെ. ഇത് പാക്ക് ചെയ്തു. രാവുണ്ണി ഒരു ഷർട്ട് എടുത്തോളൂ.
എനിക്ക് റെഡിമെയ്ഡ് ഒന്നും പറ്റണ. അപ്പോൾ അടുത്ത ആഴ്ച രണ്ടുപേരും വരിക, അച്ഛനും അമ്മയായിട്ടും വരിക. ശരി, താങ്ക് യു. അത് 6114 ടോണി, ഇതിന്റെ ബില്ലിങ് തന്നെ ഇപ്പൊ തന്നെ പേ ചെയ്തേക്കാം. മകനായാലും അപ്പനായാലും കണക്കായിരിക്കണം. അയ്യോ, സാർ ഇതിന് പേ ചെയ്യണ്ട. ഇത് സാറിന് എൻ്റെ വക ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. അതെന്തിനാ ടോണി നിന്റെ വക? അല്ല, ഞാൻ കുറച്ചാൾ സാറിനോട് ജോലി ചെയ്തല്ലേ, അതുകൊണ്ട്. ജോമോനോടെ? ജോമോൻ ഇപ്പോൾ വരാറില്ല. വരാറില്ലേ? ഒരു 15 ദിവസം മുമ്പ് ജോമോൻ ഈ കട എനിക്ക് വിറ്റു. നിനക്ക് വിക്കേ? എത്രയ്ക്കാ കച്ചവടം? 40 ലക്ഷം. 40 ലക്ഷത്തിനോ? കട തുടങ്ങാൻ 70 ലക്ഷത്തോളം ചെലവായത് നിനക്കറിയായിരുന്നില്ലേ ടോണി? 8 കൊല്ലം മുമ്പ് നീ എന്നെ മുന്നിൽ വന്ന് നിന്നപ്പോ നിന്റെ മുഖത്തൊരു സത്യം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാ നിന്നെ ഞാൻ ജോലിക്കെടുത്തത്. പക്ഷെ ഇപ്പോ അത് ജോമോൻ. കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഇങ്ങനെ പതറി നിൽക്കരുത് ടോണി. അവരുടെ വിശ്വാസം പോവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നീ മിടുക്കന. നിന്റെ കച്ചവടം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സർ, നന്ദില്ലാത്ത തന്നെ. നിർത്ത് സ്റ്റോപ്പ്. പാടം നികത്തി കൺസ്ട്രക്ഷൻ നടത്തിയതിന് ഹൈക്കോടതി സ്റ്റേ ഓർഡറാ. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല. അതിപ്പോ നമുക്ക് നമ്മളെ വർക്കുകളൊക്കെ തൽക്കാലം ചെക്കായിരുന്നല്ലേ ഉള്ളൂ. നമുക്ക് മേൽക്കോടതി പോന്നേ. അതൊന്നും പെട്ടെന്ന് നടക്കില്ല. വേണ്ട, പെട്ടെന്ന് നടക്കണ്ട, സാവധാനം നടക്കുമല്ലോ. അതുവരെ നമുക്ക് നമ്മളെ മറ്റുള്ള ബിസിനസ്സുകളായിട്ടാണ് മുന്നോട്ട് പോവാം. അല്ലാണ്ടെന്താ? കൺസ്ട്രക്ഷൻ നിന്നുപോയതിലല്ല എൻ്റെ ടെൻഷൻ. പിന്നെ അന്ന് ഡേവിഡിൻ്റെ ആ സ്ഥലം 15 ഏക്കർ കൂടി പെട്ടെന്ന് വാങ്ങേണ്ടി വന്നപ്പോൾ ഞാൻ ആ സ്വാമിയുടെ നിന്ന് കുറച്ച് കാശ് മറിച്ചിരുന്നു. അന്ന് സ്വാമി സഹായിച്ചു എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു. സ്വാമി വെറുതെ സഹായിക്കൂരാ ഉണ്ണി. പിന്നെ സ്വാമി പലിശയുടെ ആളാന്ന് എനിക്കറിയാം. പക്ഷെ പ്രോജക്റ്റിന്റെ പകുതിയിൽ കൂടുതൽ അഡ്വാൻസായി വിറ്റുപോയപ്പോൾ നീ പറയുന്ന എൻ്റെ ആ കോൺഫിഡൻസ് കുറച്ചധികം കൂടിപ്പോയി. ചെറിയൊരു സമയത്തേക്കുള്ള റോളിംഗ് അല്ലേ എന്ന് കരുതി സ്വാമി ചോദിച്ച കൊളാറ്ററൽ സെക്യൂരിറ്റി എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാ സ്വാമി എനിക്ക് കാശ് തന്നു. ടെക്സ്റ്റൈൽസും ട്രാൻസ്പോർട്ട് കമ്പനിയും മറ്റു സ്ഥലങ്ങളും എന്തിന്, ഇരിക്കുന്ന വീടും കാറും അടക്കം എല്ലാം ഇപ്പൊ സ്വാമിയുടെ പേരില്ല. നീ എന്ത് പോക്കിത്തറി കാണിച്ചു മനസ്സിന്റെ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ എന്നോടെങ്കിലും വാക്ക് ചോദിക്കാറില്ല എനിക്ക് അല്ലേ? നീ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയായിരുന്നു. മക്കളോട് പോലും ഞാൻ ആലോചിച്ചില്ല. പറഞ്ഞത് എവിടെ മനസ്സിലാക്ക്. എന്താണ്? എന്തിനാ സാറേ വിൻസെന്റ് കൊണ്ടോണ്? ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പണം വാങ്ങി ആളെ പറ്റിച്ച് ആക്ഷൻ എടുക്കട്ടെ. അതിന്റെ ഉടമസ്ഥന്റെ പേരിലല്ലേ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാൻ രാവുണ്ണി, ചെറുപറമ്പിൽ മാധവൻ മകൻ രാവുണ്ണി. ആ സ്ഥലം എന്റെ പേരില. ഞാൻ ആ പ്രൊജക്ടിന്റെ ഉടമസ്ഥൻ. ഈ അതിന്റെ കടലാസൊക്കെ ഒന്ന് സാറിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തേ. സാർ, രാവുണ്ണി നീ ധൈര്യമായിട്ടിരിക്കട. ഞാനകത്തായാലെന്താ? നീ പുറത്തു തന്നെ ഉണ്ടാവണം. നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ധൈര്യമായിട്ടിരിക്കും.